ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ രോഗികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ദിവസങ്ങളായി രോഗികൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഡോക്ടർമാരുടെ സമരത്തിലെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ BJP വലിയൊരു പ്രതിഷേധം ഈ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ നടത്തുകയാണല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി BJP എത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഓഫീസിനകത്തേക്ക് കയറി ഈ ഓഫീസിന് മുൻവശത്താണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം തുടരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഡോക്ടർമാരുടെ സമരം തുടർന്നു വരികയാണ്. അതിന് പിന്നാലെ രോഗികൾ വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ BJPയുടെ ഒരു പ്രതിഷേധം തുടരുന്നത്. ഡോക്ടർമാർ സമരം പിൻവലിക്കുക, മാത്രമല്ല രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം, സമീപ ജില്ലകളിൽ നിന്ന് പോലും രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ഒരു ആരോഗ്യ കേന്ദ്രം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഡോക്ടർമാരുടെ സമരത്തിന് പിന്നാലെ വലിയ ബുദ്ധിമുട്ട് രോഗികൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദിനംപ്രതി രോഗികൾ മടങ്ങിപ്പോകുന്നു. ചികിത്സ തേടിയെത്തുന്നവർ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ റഫറൻസ് ഒക്കെ മറ്റ് ആശുപത്രികളിൽ നിന്ന് റഫറൻസ് ഒക്കെ ആയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗി എത്തുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഇവർക്ക് പലപ്പോഴും ചികിത്സ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ശസ്ത്രക്രിയകൾ പോലും യഥാക്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അടിയന്തരമായ ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത്. പലപ്പോഴും മറ്റ് ശസ്ത്രക്രിയകളൊക്കെ ദിവസം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വരണം എന്നുള്ള ആവശ്യമോ, ഇനി അതുമല്ലെങ്കിൽ കൂടി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കൂ എന്നുള്ള മറുപടിയാണ് ഇവിടെ ലഭിക്കുന്നത് എന്നും പല രോഗികളും പറയാറുണ്ട്. അതിനാൽ തന്നെ അത്തരം വലിയ ബുദ്ധിമുട്ടുകൾ ഈ രോഗികൾ അനുഭവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധ പ്രകടനമായി BJP ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് പോലീസ് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമോ, അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പോലീസ്? നിലവിലിപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പോലീസ് ഉണ്ട് ഇവിടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രിൻസിപ്പൽ ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈസ് പ്രിൻസിപ്പൽ ഇവിടെയുണ്ട്. പ്രിൻസിപ്പലുമായി ചർച്ച നടത്താൻ തിരിഞ്ഞു പോകുകയാണ്. ഏതായാലും അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് BJPയുടെ ഈ വലിയ പ്രതിഷേധം. പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ സമരത്തിൽ രോഗികൾ വലയുന്ന പശ്ചാത്തലത്തിൽ ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളൊക്കെ ചികിത്സ ലഭിക്കാതെ മടങ്ങിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിലേക്ക് BJP കടന്നിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.